ഹലോ, വെൽമ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ മയനാട് എന്ന ഗ്രാമത്തിലെ തവളക്കുഴി എന്ന പ്രദേശത്ത് അതിസുന്ദരമായ ഒരു അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രമാണിത്. 6 മാസം വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. 6 മാസം സാധാ സ്ഥിതിയിലുമാണ് ഈ അമ്പലം മുന്നോട്ട് പോകുന്നത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത തന്നെ ഈ വെള്ളം കയറുന്നതാണ്. 6 മാസം എങ്ങനെ പോയാലും 6 മാസം ആവാതെ ഈ വെള്ളം പറ്റാറില്ല. ഇവിടെ അനന്തശയനമാണിവിടെ. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുന്ന അതേ ഫീല് തന്നെയാണ് ഇവിടെയും. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഈ വെള്ളത്തിലെല്ലാം അതിസുന്ദരമായ കാറ്റാണ് കേട്ടോ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുമ്പം. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ആൾക്കാരൊക്കെ പിള്ളേരുമൊക്കെ വരുന്നത് ഇവിടെ മീൻ പിടിക്കാനാണ്. വെള്ളം കയറുമ്പോൾ ശരിക്കും മീൻ കിട്ടും ഇവിടെ. ഞാൻ വന്ന സമയത്ത് ഇവിടെ 2-3 പേര് വലയെറിഞ്ഞ് മീനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു മഴയും കൂടെ പെയ്യാമെങ്കിൽ ഇവിടെ നല്ലപോലെ ശരിക്കും വെള്ളമാവും. ഇവിടെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്നും നിന്ന് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. ഈ പ്രദേശത്തോട്ടേ നമുക്ക് വന്ന് നിൽക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. റോഡിൽ നിൽക്കാനേ പറ്റൂ. അത്രത്തോളം വെള്ളമാണ്. കായൽ പോലെ, ഫുള്ള് കായൽ പോലെ ആവും. ആൾക്കാരെല്ലാം വന്ന് പിള്ളേരൊക്കെ വന്ന് നീന്തി രസിക്കുന്ന സ്ഥലമാണിത്. വളരെ ഭംഗിയാണ്. അതിലുപരി നമ്മുടെ അനന്തപത്മനാഭ സ്വാമിയുടെ അനുഗ്രഹം ചൊരിഞ്ഞ മണ്ണാണ്. അതിസുന്ദരമായൊരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേക്കുന്നത്. അത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാനാവുമെന്ന് എനിക്കറിയില്ല. ഈ കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം ഈ വെള്ളത്തിലുണ്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോയിലൂടെ ചുവന് കാണാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ ഒക്കില്ല. ഭയങ്കര ചെളിയാണ്. അങ്ങോട്ടൊന്നും ഇറങ്ങി എടുക്കാനോ ഒന്നും ഒക്കത്തില്ല. ഇവിടെ ഈ ഒരു അമ്പലത്തിൻ്റെ ശ്രീകോവിലേക്ക് കടക്കാനായിട്ട് നടുക്കൂടെ കണ്ടോ ഒരു പാലം പോലുണ്ട്. അത് സ്ഥിരം ഇവിടെ കെട്ടിയേക്കുന്നതാണ്. കാരണം ഈ വെള്ളം കയറുന്നത് കൊണ്ട് ഭക്തജനങ്ങൾക്ക് പോയി തൊഴുവാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് കെട്ടിയിട്ടേക്കുന്നുണ്ട്. കണ്ടോ, നല്ല കാറ്റാണ് അവിടെ. ആൽമരത്തിൻ്റെയൊക്കെ ചുവട്ടിരിക്കുമ്പോൾ തന്നെ നല്ല അതിസുന്ദരമായ കാറ്റാണ്. നല്ല ഭംഗിയാണ് ഇവിടെ. വയനാട് എന്ന ഗ്രാമത്തിന് തന്നെ കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഈ അമ്പലവും അവിടുത്തെ അനന്തപത്മനാഭ സ്വാമി. അതിസുന്ദരമായ ഒരു കാഴ്ചയാണ് ഞാൻ എവരിലേക്ക് എത്തിച്ചേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനലിനെ വിജയിപ്പിക്കുക. ഇതുപോലുള്ള കാഴ്ചകളുമായി ഇനിയും ഞാൻ നിങ്ങളേവരിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ഉടനെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. കാഴ്ചകൾ കഴിഞ്ഞിട്ടില്ല, തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും ചാനലിനെ വിജയിപ്പിക്കുക. നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടെങ്കിലേ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. വയനാടുള്ളവരുടെ എല്ലാം ഒരു ഭാഗ്യമാണ് ഈ അമ്പലം. പുറത്തുനിന്ന് വരുന്നവർക്കെല്ലാം അതിശയകരമായി തോന്നുന്ന ഒരമ്പലമാണിത്. കാരണം ഇപ്പം വെള്ളം കുറവാണ്. കുറേ കൂടെ കഴിയുമ്പം കായൽ എങ്ങനെയാണോ അതേപോലെയാണ് ഈ ഒരു പ്രദേശം. അപ്പം എല്ലാവരും എൻ്റെ ചാനലിനെ വിജയിപ്പിക്കുക.